വിഷയങ്ങൾ കൊണ്ട് തീർത്തും അൺപോപ്പുലറായ ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് തടകുടഞ്ഞെണീറ്റാൽ മതി, ഗവൺമെൻറ് താഴെ കിടക്കും, യാതൊരു സംശയമില്ല. കാരണം ജനങ്ങൾ അത്രമാത്രം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് 10 വർഷമായി ഇതിനെ സഹിക്കുന്നു. ഇനിയും ഞങ്ങൾ സഹിക്കേണ്ടി വരുമോ? ചോദ്യം വേറെ ആരോടുമല്ല, നമ്മളോടാണ്. യാതൊരു സംശയവും വേണ്ട. അതിനനുസരിച്ച് നമ്മൾ ഉണർന്നാൽ മതി. വിഷയങ്ങളെക്കുറിച്ച് വിശദമായി ഇവിടെ ഇരിക്കുന്ന ലീഡേഴ്സിനോട് പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ ഇവിടെ അജയ് മോഹൻ പറഞ്ഞതുപോലെ ശബരിമല കത്തി നിൽക്കുകയാണല്ലോ. നാളെ നിയമസഭ ഉണ്ട്. നിയമസഭയിൽ തീർച്ചയായും ഇല്ലേ അനുകുമാർ, തീർച്ചയായും ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവരും. യാതൊരു സംശയവും വേണ്ട. കൊണ്ടുവരേണ്ട വിധത്തിൽ ഞങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശാന്തമായി ചിന്തിച്ചൊക്കെ. ശബരിമല എന്ന് പറഞ്ഞത് വളരെ കാലമായി ജാതിമത ചിന്തക്കും മറ്റ് രാഷ്ട്രീയ മുതലെടുപ്പിനും ഒന്നും ഇടം കൊടുക്കാതെ പവിത്രമായി നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നൊരു വിഷയമാണ്. നമ്മുടെ UDFൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് ലീഗ് മന്ത്രിയാവും ചിലപ്പോൾ PWD, കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയാവും ചിലപ്പോൾ ധനകാര്യം, അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ. പക്ഷേ കോൺഗ്രസിൻ്റെ മന്ത്രിയായിരിക്കും ദേവസ്വം. അതൊന്നും ഒരു പ്രശ്നമല്ല. ശബരിമലയ്ക്കുള്ള മണ്ഡലകാലം വന്ന റോഡ് നന്നാക്കണോ, അതിനു വേണ്ടി പൊതുമരാമത്ത് മന്ത്രി മെനക്കെട്ടിറങ്ങും. കുടിവെള്ളം എത്തിക്കാൻ ബന്ധപ്പെട്ട മന്ത്രി ഇറങ്ങും. ആവശ്യമായ പണം അനുവദിക്കാൻ ധനകാര്യമന്ത്രി ഉണ്ടാവും. മുഖ്യമന്ത്രി എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു വിവാദവും ഇല്ലാതെ, എല്ലാ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിൻ്റെ പ്രതീകമായി നമ്മൾ പവിത്രമായി അതിനെ കൊണ്ടു നടന്നു. പോകുന്ന വഴി വിവിധ മതങ്ങളെ ഐക്യത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പ്രതിപാദിക്കുന്ന ഒരു ആരാധനാവശം ഒരു പള്ളിയിലൊക്കെ പോയി പോകുന്ന കാര്യത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കുണ്ട്. അവിടെ ചെന്ന് സന്നിധാനത്ത് ഒരു ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ എഴുതി വെച്ച ബോർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ കാലത്തും ആ രീതിയിൽ നമ്മൾ കണ്ടുപോകുന്ന രാഷ്ട്രീയ മുതലെടുപ്പിന് ആരും ഉപയോഗിക്കാതെ, അവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം. അത് മാത്രമാണോ ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ അജയ്മോഹൻ പറഞ്ഞതുപോലെ എന്തൊരു കാര്യമാണ് നടക്കുന്നത്? സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചതായി. ഉത്തരവാദി ആരാണ് എന്നുള്ളത് 2019 ശേഷമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അന്വേഷണം നടത്തട്ടെ. അന്വേഷണം നടക്കുമ്പോൾ നിഷ്പക്ഷമായി UDF പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തട്ടിക്കൂട്ടി അന്വേഷണം കൊണ്ട് കാര്യമില്ല. കോടതി തന്നെ വിശ്വാസികളുടെ മനസ്സിന് ഏറ്റ ആ വ്രണം, ആ മുറിവ് നികത്താൻ വേണ്ടി നിഷ്പക്ഷമായ അന്വേഷണം നടത്തി അതിൻ്റെ പവിത്രത സംരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ വന്നിരിക്കുന്നത്. ശ്രീ K. കരുണാകരൻ്റെ കാലത്തുണ്ട്. അദ്ദേഹത്തെക്കാളും വലിയ ഒരു ഗുരുവായ ഒരു ഭക്തൻ, ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഓരോ കാലത്തും ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ജനങ്ങളിതൊക്കെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. സംഗമം കൊണ്ടൊന്നും അതിൽ നിന്ന് കരകയറൂല. ഇവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ 100 ഇഷ്യൂസ് കിടക്കുകയാണ്, 100 വിഷയങ്ങൾ കിടക്കുകയാണ്. അത് നമ്മൾ ഏറ്റെടുത്താൽ മതി. UDFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ക്യാമ്പയിൻ അടുത്ത് എന്ന് പറയാം 10-ാം തീയതി 13-ാം തീയതി കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തീർച്ചയായും പഞ്ചായത്ത് തലത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഈ കൊടിയ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ചാ വിഷയമാക്കണം, ക്യാമ്പയിനാക്കണം. ക്യാമ്പയിനായി UDF അതിശക്തമായി
ഇതിൽ പ്രതികരിക്കണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. പഞ്ചായത്തുകളുടെ പ്രവർത്തനം നിശ്ചലാക്കിയില്ലേ? UDF കൺവീനർ ഇവിടെ ഉണ്ട്. കോഴിക്കോട് കൺവെൻഷനിലൊക്കെ നമ്മൾ അജണ്ടയായി വെച്ച കാര്യം ഇത് തന്നെയാണ്.